ഞാൻ വരുമ്പോഴേക്ക് റൂയി വരുമ്പോഴേക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് എന്ന് വാങ്ങിച്ചോക്കണ്ടേ? അത് കയ്യിൽ വെച്ചു. ഇത് നോക്കി മുഖത്ത് പൗഡർ മുഴുവനും ഒന്നാകട്ട് കൊട്ടിരുന്നു. റീനു ഒരു ടവൽ നീ എടുത്തേ, അബായന്റെ ഷോളാണ്. ഒരു ഷോൾ എടുത്തേ. കാലിനെന്താ റെഡ്? കാലിന് താഴെ റെഡ് കളർ. ഇതൊക്കെ എന്താ റോഹി? ഇത് നോക്കാൻ യൂണിഫോം തട്ടിയ പോകും. ഇതാണ് തട്ടാൻ നിൽക്കുന്നത്. ഇതെന്തിനാ ഇങ്ങനെ പൗഡർ ഇട്ടിരുന്നത്? സ്റ്റൈലൊക്കെ കുറച്ച് അപ്പൊ വരാ. നോക്കാം. ഇന്നലെ ഹോസ്പിറ്റലിൽ ബൂബു ഒക്കെ. പിന്നെ ഈ ബ്യൂട്ടിഫുൾ ആയത് ആരും കാണണ്ടേ? ഈ ലിപ്സ്റ്റിക് ഇടണം കുട്ടിക്ക്. സെറ്റ് ഗോ. പപ്പയോട് ബൈ പറഞ്ഞോളാം. ബൈ ബൈ. അലൈക്കും അസ്സലാം പറ. ഇന്ന് റൂയിമോളെ അമ്മയാണ് കൊണ്ടാക്കുന്നത്. എന്താണ് കഴിഞ്ഞ എന്താ പറഞ്ഞനുസരിച്ച് അത് കളയല്ലേ. നമ്മളെങ്ങനെയൊന്ന് പോണത്? റോസിന്റെ വണ്ടിയിലാണ് പോണത്. അതൊക്കെ അതാ വണ്ടി. ഏതോ വണ്ടിയിലെന്ന് അറിയോ? അപ്പം നിക്കാക്ക് കീമോ കഴിഞ്ഞതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ റൂയിമോളെ കൊണ്ടാക്കുന്നത് ഞാൻ റോസുവിൻ്റെയും റീനിൻ്റെയും വണ്ടിയിലാട്ടോ. അവർ സ്കൂൾ ബസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളെ ഫ്ലാറ്റിലെ പിള്ളേരെ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. അപ്പോൾ അതിലാണ് അവരിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിലാണ് റൂയിമോളെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കുട്ടികളെ കൂടെ ആയപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല. മറ്റേത് നിങ്ങൾ മുമ്പത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടല്ലോ, റൂയിമോള് ഞാനും ഉപ്പിയും കൂടി ഓട്ടോയിൽ കൊണ്ടാക്കുന്നത്. കരഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതായപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ബസ്സിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ മടിയൊക്കെ കുറച്ച് നിൽക്കും. പോകുന്ന വഴിയിൽ ബണ്ണൊക്കെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ പപ്പ കാണിച്ചെടുക്കണം. ഒറ്റയ്ക്ക് പോണത്. ഒറ്റയ്ക്ക് പോകണല്ലേ? നാരെ കൂടെ പോകുന്നത്. ചിരിച്ചേ. നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കൃഷിയാണ്. വെരി ഗുഡ് ഗേൾ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ ഫ്രണ്ട്സിനോട്. ബൈ. ഇതൊന്നും ഇടക്കട്ടെ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ ആൾക്കാർ നിങ്ങളെ ബ്ലഡ് ടെസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇക്കാൻ്റെ ടെസ്റ്റിന് കൊടുത്തതൊക്കെ. അതറിയുന്നവർക്ക് അറിയും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ആക്കും, ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. വന്നത് നമ്മൾ ലാസ്റ്റ് ടൈം ഇപ്പം 2 ദിവസം മുമ്പ് കീമോക്ക് പോയില്ലേ, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് വന്നത്. അപ്പം ഡോക്ടറോട് തന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്ന ആ റിസൾട്ട് കൊണ്ട് കീമോ ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടിയാൽ പിന്നെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ കീമോ വേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളൊരു സമാധാനത്തിലുള്ള ടെസ്റ്റാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ നല്ല എന്താ പറയുക, നല്ല റിസൾട്ട് തന്നെയാണ്. ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ആ റിസൾട്ടിൻ്റെ കാര്യം ഒന്ന് പറയൂ. റിസൾട്ടിൽ ഒരു മിനിറ്റ്, അതിൻ്റെ ഞാനിപ്പോൾ നോക്കി. റിസൾട്ടിൽ നെഗറ്റീവാണ്. അതിൻ്റെ ഒരു മിനിറ്റ്, എന്ത് ടെസ്റ്റ് എന്നാണ്? എന്തായിരുന്നു ടെസ്റ്റിൻ്റെ പേര്? ഒരു DNA ടെസ്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ NGS. കാരണം ഈ റിലേറ്റഡ് അസുഖമുള്ള കുറേ ആൾക്കാർ അന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എന്താണതെന്നൊക്കെ അറിയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അതിലേതെങ്കിലും വാരിയൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. അതിലിപ്പോൾ നെഗറ്റീവ് എന്നാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഷാഫി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷാഫി ഡോക്ടർ പറഞ്ഞ പ്രസൻ്റ്ലി ഇപ്പോൾ ഡിസീസ് ഇല്ല,
പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, കാരണം ഏതെങ്കിലും ഏറ്റവും എന്താ പറയുക മൈക്രോസ്കോപ്പി സൈസ് വളരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും ലാബിൽ. അപ്പോൾ അത് ബ്ലഡിൽ കിടന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും അത് ഗ്രോ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കീമോ നിർത്താൻ പറ്റില്ല. അപ്പോൾ ലൈഫ് ടൈമായിട്ട് കീമോ കൊണ്ടുതന്നെ വേണം. അപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ ഇല്ല, അതായത് ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റിസ്ക് ഇല്ല എന്ന് മാത്രം. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ 3 വീക്സിലാണ് കീമോ എടുക്കുന്നത്. അപ്പോൾ ഇനി കീമോ ഇച്ചിരി 1 ആഴ്ച 2 ആഴ്ച വെച്ചിട്ട് ഡിലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇനി ഇത് ചോദിക്കാൻ അന്ന് നമുക്ക് ഇത് ടെസ്റ്റ് സജസ്റ്റ് ചെയ്ത ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ എറണാകുളത്തേക്ക് ഒന്ന് പോകണം ഈ ഒരു റിസൾട്ടും കൊണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാല്ലാ നല്ലത്. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ മീൻസ് ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ എവിടെ പോകുമ്പോഴും ആ റിസൾട്ട് കിട്ടിയോ റിസൾട്ട് ഇടുന്ന കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻസ് നമ്മളെ വീഡിയോ അത്രയും ആളുകളിൽ എന്താ പറയുക, നമ്മുടെ ഓരോ കാര്യങ്ങൾ അറിയില്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ മറന്ന് സത്യം പറയുകയാണെങ്കിൽ ആ റിസൾട്ട് അതിനെപ്പറ്റി മറന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴാണ് എന്നെ ഓർത്തത്. പക്ഷെ പുറത്ത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും റിസൾട്ട് വന്നു. അപ്പോൾ എന്തിൻ്റെ റിസൾട്ട്, അന്ന് നിങ്ങളൊരു ചെക്കപ്പ് ചെയ്തില്ലേ അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് പറഞ്ഞാട്ടോ, റിസൾട്ടിൽ അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും ചോദിക്കേണ്ട റിസൾട്ട് ഓക്കെ അല്ല അൽഹംദുലില്ലാ, ഇനിയിപ്പം കീമോ ഉണ്ടല്ലോ. അങ്ങനെ അടുത്ത ചോദ്യം വരുന്നത്, അങ്ങനെ കീമോ ചെയ്യേണ്ടതിരിക്കാനുള്ള റിസൾട്ട് അല്ല ഇത്. അത് എന്താ പറയുക, അത് ഒഫീഷ്യലായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് ബാക്കി പറയണ്ട കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഇതാണ് സംഭവം. എന്ത് കേട്ടില്ല? ആനക്ക് മസാല ദോശ ഇഷ്ടമല്ലല്ലോ. അവിടെ മസാല ദോശ ഇല്ലല്ലോ. ഇല്ല, ഷോപ്പില്ല. ഷോപ്പ് രാത്രിയല്ലേ. ആനക്ക് വേണോ? ആനക്ക് എത്ര മസാല ദോശ വേണം? ആന മസാല ദോശ വേണോ? ആന്ന് റൂഹിക്ക് കൊടുക്കണ്ട പറഞ്ഞാനോ. ആന പറഞ്ഞ് റൂഹിനെ ഇട്ട് അടിക്കണം. പുരിഭാജിന്റെ അത്ര ഉണ്ട് ഈ എന്തേ റോസിന്റെ റീന് കൊടുക്കണം മസാല ദോശ. ഒരിക്കുമ്പോ ദോശ ഉണ്ടാക്കി തെറ്റേ. പുറത്ത് പോകാനുള്ള ഐഡിയ അല്ലേ റൂഹി ഇത്. അവിടെ പോണ്ട, ഉണ്ടാക്കി തരാം. നമ്മ പൊറോട്ടയും ചിക്കൻ ചില്ലി വാങ്ങിച്ചിട്ടേ. മസാല ദോശ മതി. പുരി ഭാജി വേണ്ടി മസാല ദോശ വേണ്ടി. എവിടെ എന്ത് ഇല്ല? എന്ത് സമൂസ? പിന്നെ വേറെന്താ പറഞ്ഞേ? പിന്നെ സമൂസ ക്ലറ്ററ്റാ കട്ട്ലറ്റ് പേരെന്താ? ക്ലക്കേറ്റ്. അപ്പൊ ക്ലറ്ററ്റും വേണ്ട, ചിക്കൻ സമൂസ വേണ്ട. എന്ത്? ക്ലക്കേറ്റ്. പുതിയ പേരാണ്. ഓക്കെ ഓക്കെ, എന്നാ ഡ്രസ്സ് മാറ്റിക്കൂടെ. ഓരോരുത്തരും അവിടുന്ന് ചോദിക്കുന്നുണ്ട്. എന്താ റോസോ? എന്താണ് എന്താണ്? എല്ലാവർക്കും ഇങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ കഴിക്കൽ ശീലായി. എന്താ വേണ്ടത്? റോസും ചോല പറ്റൂല. പിന്നെ പൊറോട്ട ചിക്കൻ ചില്ലി വേണോ? പൊറോട്ട ചിക്കൻ ചില്ലി വേണ്ടത് ചോല പറ്റൂല. ചോല പറ്റൂല. എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ആയത്. എനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടൂടെ. ഞാനാ തടിയാ അനാവശ്യം പരത്തിട്ടാ. അപ്പൊ ചെന്നൈ തന്നു. അപ്പൊ ഇങ്ങോട്ട് പോരി. എന്താണ് ചക്കയാണേ? റിസ അവിടെ ലൈറ്റ് ഇട്ട റിസ. ലൈറ്റ് ഞങ്ങൾ തുറന്ന്, പക്ഷെ വലിയതായിട്ടില്ല. വാസന അടിക്കുമ്പോഴേ വാസന ഉള്ളതുകൊണ്ട് പോത്തിട്ടില്ല. നല്ല മണുണ്ട്. പക്ഷെ മധുരം ഇല്ല. അതെന്താ നിങ്ങൾ എവിടെ കഥയിട്ട് പോണത്?
അത് കാണാൻ തന്നെ അതിന്റെ കത്തി ഒന്നും കേടുവരുത്തില്ല. ഞാൻ ഇപ്പൊ ഒരു കത്തിനെപ്പോ പിന്നെ അതിന് കത്തിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ തരാം. അതിന്റെ കത്തിനെ കേടൊന്നു പോയി. ഏയ് പക്ഷെ വേറൊന്നുണ്ട്, നീയൊക്കെ കൈ കിട്ടുന്നത് ഞാനതാണ് ഇപ്പൊ കത്തുന്നോളൂ. അതിലുണ്ടോ? ഇതിലല്ലേ നേരത്തെ? പക്ഷെ ഒന്നും കൂടി പൂക്കാണ്ട് അല്ലേ? ഇതാ ഞാന് ഇതാ മറ്റേതോ അല്ലാ, പച്ച. നിങ്ങൾക്ക് കൂട്ടാണ്ടാക്ക. പക്ഷെ അങ്ങനെ കൂട്ടാണ്ടാക്കുന്നല്ല, പഴുത്തുക്കണ് പഴുത്തുക്കണ്, പക്ഷെ മധുരം കുറവാണ്. ആരെ വന്നേ? റൂയിന് ഡ്രസ് നോക്കട്ടെ. റൂയി ഡ്രസ് നോക്കട്ടെ, ഡ്രസ് നോക്കട്ടെ, ഡ്രസ്. ഓ എന്തൊരു സന്തോഷോ. റൂയി ഡ്രസ് നോക്കട്ടെ. ഒരു വാലുണ്ടല്ലോ റൂയിക്ക്, നോക്കട്ടെ. എന്താണ് ഐസ്ക്രീം കെട്ടിപ്പിടിക്കണ ഐസ്ക്രീം കെട്ടിപ്പിടിക്കണ്ട. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് റോഹിൻ്റെത്. ചിരിക്കണ്ട. ഐസ്ക്രീം ഐസ്ക്രീമാണ് കണ്ടിരിക്കണേ. അവിടെ ഇരിക്കേ. നമ്മളിപ്പോ എന്തിനാ വേണ്ടി വന്നേന്? എന്തിനാ ഇങ്ങോട്ട് വന്നത് റൂഹി? അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ആദ്യം ഉപ്പ വന്നത്. ഉപ്പ പോയതിന് ശേഷം പിന്നെ ഇക്കാൻ്റെ സിസ്റ്ററും മോളും കൂടി വന്ന്, അങ്ങനെ പിന്നെ അവരും പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. റോയി മോൾ കുറേ നേരമായിട്ട് ഇന്നൊരു മസാല ദോശ പൂരിയുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ അല്ലെങ്കിൽ പൂരി ഭാജി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സംഭവം ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും കഴിച്ചിട്ടേ ഇക്കാക്കും അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റോസു ചന ഭട്ടൂര, പിന്നെ ഇക്ക മസാല ദോശ, റൂഹി ഗീ റോസ്റ്റ്, പിന്നെ ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസും ഈ മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈയും വാങ്ങിച്ചേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു കോമ്പിനേഷൻ. ഈ മഞ്ചൂരിയൻ ഉണ്ടല്ലോ, ഗോബി മഞ്ചൂരിയൻ അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. അതും ഈ ഫ്രൈഡ് റൈസും കൂടിയുള്ള കോമ്പിനേഷൻ സൂപ്പർബായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മസാല ദോശ ഇതിന് പകരം ഇത് കഴിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെ തിരൂർ ഗണപതി ഇല്ലേ, അവിടെ ഗണപതി ഭവൻ, അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ആരെങ്കിലും ഇവിടുത്തെ വെജ് ഫ്രൈഡ് റൈസും ഈ ഗോബി മഞ്ചൂരിയൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൈസിയാണ് സംഭവം കേട്ടോ, പക്ഷേ സംഭവം രസമുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി, ഗോബി മഞ്ചൂരിയൻ. എപ്പോഴും നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ചിക്കൻ കഴിക്കാനായിരുന്നു പൂതി. അപ്പം ഇവരാരും കഴിക്കാഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം ഇതാക്കിയതാണ്. പിന്നെ നമ്മൾ ചായയും നല്ല ചായയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വ്ളോഗ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, വീട് പണീൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള. ഉടൻ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ബൈ.